പണ്ടൊക്കെ CPM ഒരു സമ്മേളനമൊക്കെ നടത്തിയ ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരാണ് എത്തിച്ചേർന്നത്. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെയൊക്കെ ഒരു സമ്മേളനമൊക്കെ വന്നു കഴിഞ്ഞാൽ സദസ്സ് മുഴുവനും നിറഞ്ഞ് കവിഞ്ഞിരിക്കും. അതിൽ ഇടയ്ക്കെങ്ങാനും മാധ്യമങ്ങൾ പോയി കഴിഞ്ഞാൽ കടക്ക് പുറത്തുനിന്നൊരു വാക്കുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ പറയാൻ പോലും പുറത്ത് കടക്ക് എന്നല്ല, അകത്തേക്ക് വരൂ വരൂ എന്ന് പിണറായി വിജയൻ വിളിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് വടകരയിൽ കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനത്തിന്, അതായത് വടകര ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട നടത്തിയ ഒരു ചടങ്ങിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. മുഖ്യമന്ത്രി വെയിറ്റ് ചെയ്യേണ്ടി വന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. കുഴപ്പമില്ല. സാധാരണഗതിയിൽ മന്ത്രിമാർക്ക് വേണ്ടി ജനങ്ങളാണല്ലോ കാത്ത് വെയിലും കൊണ്ടിരിക്കുന്നത്. കാത്തിരുന്ന് എന്ന് പറയും വേരിറങ്ങുന്ന ആൾക്കാരാണല്ലോ. അവർ കുറച്ച് നേരം അവർക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം അവരാണല്ലോ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ യോഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങളും പ്രകടന പരതകളായിട്ട് മാറിയിട്ടുണ്ട്. 40 അകമ്പടി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വഴിയിലെ എതിരെ ഈച്ച പോലും ചലിക്കാതെ, ഈച്ച കുറുക്കു പറക്കാതെ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരപഥങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് നിരക്കാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണാനായിട്ട് കുറേ പേര് കൂടുമായിരിക്കും. കാരണം ഇത്രയും കാറുകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അത് കാണാൻ വേണ്ടി അതിൻ്റെ ഒരു ശോഭനത്വം കാണാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ കൂടുകയായിരിക്കും. അതാണ് കൂടുതലും കൂടുന്നത്. അല്ല അദ്ദേഹം പറയുന്നത് കേൾക്കാനോ ചെവിക്കൊള്ളാനോ വേണ്ടിയിട്ട് ഈ പാർട്ടിക്കാർ കരുതുന്നത് പോലെ ആരും അങ്ങനെ കൂടാറൊന്നുമില്ല, തടിച്ചു കൂടാറൊന്നുമില്ല എന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ തന്നെ വളരെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി വെയിറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നത് നട്ടുച്ചയ്ക്കാണ്, 11 മണി. മുഖ്യമന്ത്രി തന്നെ സ്ട്രിക്ചർ കൊടുത്തിട്ടുള്ളതാണ്. 11 മണിക്കും 3 മണിക്ക് ഇടയിൽ കാലാവസ്ഥ വ്യതിയാനം വന്നതിനാൽ, താപം അതികഠിനമായതിനാലും താപതരംഗം ഉണ്ടാകാനിടയുള്ളതിനാലും ആ സമയത്ത് യാതൊരു പരിപാടികളും പുറവാതിൽ സംഘടിപ്പിക്കരുതെന്ന്. അതിനെല്ലാം ഉല്ലംഘിച്ചുകൊണ്ട് അവിടെ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത് തന്നെ ശരിയായിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ അല്ല. അത് ശരിക്കും നമ്മുടെ ചട്ടവിരുദ്ധമാണ്. നിയമവിരുദ്ധമല്ലെങ്കിലും അത് ചട്ടവിരുദ്ധമാണ്. മുഖ്യമന്ത്രി തന്നെയാണ് അത്തരത്തിലൊരു വാർത്ത പുറത്തു വിട്ടതും, അങ്ങനെ മീറ്റിംഗ് ഈ ചൂട് കാലത്ത് സംഘടിപ്പിക്കരുത്, കാരണം ഉഷ്ണം ഇതാണ്, എല്ലാ മീറ്റിങ്ങുകളും ഒന്നി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എന്നുള്ള രീതി, പുറത്ത് ഈ ചൂടത്ത് ഇരിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ സംഘടിപ്പിച്ചു എന്നുള്ള ഒന്നാമത്തെ തെറ്റ്. അദ്ദേഹം 35 മിനിറ്റ് കാത്തിരുന്നു ഗസ്റ്റ് ഹൗസിൽ. അതിനുശേഷമാണ് അദ്ദേഹം പോയത്. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത്? വിശാലമായിട്ടൊരു പന്തലാണ്, അതിവിശാലമായിട്ടുള്ള പന്തൽ. വാസ്തവത്തിൽ അദ്ദേഹം ആ പന്തലിനോടായിരുന്നു അദ്ദേഹത്തിന് ദേഷ്യം. എന്തിനാണ് ഇത്രയും വലിയ പന്തൽ വെച്ചത് എന്നാണ്. കാരണം വലിയ പന്തലിൽ കുറച്ച് ആളുകൾ മാത്രം ഇരിക്കുമ്പോൾ അതിൻ്റെ വലിയതായിട്ടുള്ളൊരു അഭംഗി ക്യാമറകൾ പകർത്തിയെടുക്കും. ക്യാമറകളില്ലെങ്കിൽ കുഴപ്പമില്ല. ഒഴിഞ്ഞ കസേരകളെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു അപമാനമാണ്. കറുത്ത തുണിയെന്നത് പോലും അപമാനമായിട്ട് കരുതുന്ന മുഖ്യമന്ത്രിക്ക് തന്നെ കാണാൻ ഒഴിഞ്ഞ കസേരകൾ ഇരിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. ആ പ്രജാപതിയുടെ മനഃശാസ്ത്രം അങ്ങ് വർക്ക് ചെയ്തപ്പോൾ ഒഴിഞ്ഞ കസേരകളോ, തന്നെ പോലൊരു അതായത് പണ്ട് ഷാജഹാൻ ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ പുഴുവരിക്കുന്നു. പുഴുവിനറിയില്ല ഇത് ഷാജഹാൻ ചക്രവർത്തിയാണെന്ന്. എന്ന് പുഴുവിനെ അപ്പം തന്നെ വെട്ടിക്കൊല്ലാൻ ഉത്തരവിട്ടു ഷാജഹാൻ ചക്രവർത്തി എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ താൻ വരുന്ന ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ കസേരകളുണ്ടാവും. ശിവ ഇത് ആളില്ലാതെ കണ്ട ആളുകളിങ്ങനെ വെളിയിലൊക്കെ തിക്കിക്കൂടുന്ന ആ ഒരു ഇക്കോ സിസ്റ്റമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്, ആ ഒരു അന്തരീക്ഷവും. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. കണ്ടപ്പോൾ ആകെ ക്ഷുഭിതനായിപ്പോയി ജനകീയനായ മുഖ്യമന്ത്രി 2 കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ നിന്ന് മണ്ണ് ചോർന്നൊലിച്ചു പോയിരിക്കുന്നു. അതിന് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സാക്ഷ്യമാണ്. അവിടെ തന്നെ ജനങ്ങൾ അഭിവ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ എന്താണ് നിലപാടെന്നുള്ളത്. അപ്പോൾ അത് പിടിച്ചടക്കാൻ വേണ്ടി അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ യോഗത്തിൽ പോകുന്നു, KPMSൻ്റെ യോഗത്തിൽ പോകുന്നു. വളരെ പരവശനാണ്. അതിനിടയ്ക്ക് അഴിമതി ആരോപണം, മറുവശത്തോട് ഇപ്പോൾ സമൻസ് അയക്കാനുള്ള സാധ്യത. ആകെ ബേജാറിലാണ് മുഖ്യമന്ത്രി. ശരിക്കും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ, ജനബഹുലമായ പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും ഒക്കെ ഇരുന്ന ആ ഒരു സദസ്സിൽ അദ്ദേഹം ഇരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ശിഥിലങ്ങളായിക്കൊണ്ടിരുന്നു എന്നതിന് സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ അംഗചലനങ്ങളിലും എന്നുള്ളത് നമുക്ക് ആ ക്യാമറ കൂടി തെളിഞ്ഞ ആ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വളരെ സ്പഷ്ടമായിട്ട് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. വളരെ അസ്വസ്ഥനാണ് മുഖ്യമന്ത്രി. ആ അസ്വസ്ഥതയുടെ കൂടെ അദ്ദേഹത്തിന് തന്നിൽ നിന്ന് ആളുകൾ അകന്നു പോവുകയാണ്. ദമ്മൻ വിജയൻ മാഷ് പണ്ടേ പറഞ്ഞിരിക്കുകയാണ്, പാർട്ടി അവിടെ ഉണ്ടാവും, പക്ഷേ ആളുകൾ ഉണ്ടാവില്ല. അതിനെ യഥാതഥമായിട്ട് ചിത്രീകരിക്കുന്നത് വടകരയുടെ മണ്ണിൽ, ഓഞ്ചിയത്തിന് തൊട്ടടുത്തുള്ള വടകരയുടെ മണ്ണിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഏതെങ്കിലും ലോക്കൽ പാർട്ടി നേതാവ് സംഘടിപ്പിച്ചാൽ പോലും, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അധ്യക്ഷം വഹിച്ചാൽ പോലും വൻതോതിൽ ആളുകൾ കൂടുന്ന ഒരിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമി വിപ്ലവത്തിൻ്റെ മണ്ണിൽ അദ്ദേഹത്തിന് എളിഭ്യനാവേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇത്രയും ആ ചൂടുള്ളത് കൊണ്ടായിരിക്കും സംഘാടകർ വലിയ പന്തലൊക്കെ ഇട്ടത്. അദ്ദേഹം സംഘാടകരെ കുറ്റം പറയുന്നു. അവിടെ ഹാജരാവാതിരുന്ന ഷാഫി പറമ്പിൽ, അവിടുത്തെ MP ആണല്ലോ, അദ്ദേഹത്തിനെ പറയുന്നു. അതുപോലെ പാവം KK രമ എങ്ങനെ വരും മുഖ്യമന്ത്രിയുള്ള മീറ്റിങ്ങിലേക്ക്? ആ പക അവർക്ക് ജന്മത്ത് പൊറുക്കാൻ പറ്റുന്നതാണോ അവരോട് ചെയ്തിട്ടുള്ള അപരാധം? അത് ഇവരല്ല ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിലും അത് നമുക്കറിയാമല്ലോ, അതിൻ്റെ കാരണ സഹിതവും കാരണഭൂതനും ഒക്കെ ആരാണെന്നുള്ളത് ജനങ്ങൾക്ക് ഏതാണ്ട് അറിയാമല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെ വരാൻ തോന്നുന്നു അവിടേക്ക്? അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രി വളരെ ക്ഷുഭിതനായി. അദ്ദേഹം അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ കുഴപ്പമല്ല, ഇപ്പോൾ 11 മണിക്ക് വെയിലിൽ പോകണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ അവരെ പറഞ്ഞു പഠിപ്പിച്ചത്. വീണ ജോർജ് ആണ് പഠിപ്പിച്ചത്. അപ്പോൾ അവരത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തെ അനുസരിച്ചു. അദ്ദേഹം ക്ഷുഭിതനായതിന് കാരണം ചുറ്റുപാടും ഒരു പഞ്ചാഗ്നി മധ്യത്തിലാണിപ്പോൾ മുഖ്യമന്ത്രി നിൽക്കുന്നത്. ചെല്ലുന്നിടത്ത് ആളില്ല എന്ന് മാത്രമല്ല, ഇരിക്കുന്നിടത്തേക്ക് ഇപ്പോൾ SFIOയുടെ സമൻസ് വരാനുള്ള സാധ്യതകളും. മാത്രമല്ല മുഖ്യമന്ത്രി എപ്പോഴും പറയാം, ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്, ജനങ്ങൾക്കറിയാമല്ല എന്ന് എപ്പോഴും വെറും ഭയ പറയുന്നതെന്ന് നമുക്കറിയാം. ഈ ജനങ്ങൾ എന്ന് പറയുന്ന ആരാണ്? പാർട്ടിയിലുള്ള കുറച്ച് അണികൾ മാത്രം കാണും. അല്ലാതെ ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആര് ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നു? അപ്പം ജനങ്ങൾ ഞങ്ങളോടൊപ്പം, ജനങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് ആരെയും ബോധിപ്പിക്കണം എന്ന് എപ്പോഴും മുഖ്യമന്ത്രി പറയുന്നിടത്താണ് ജനങ്ങൾ പോയിട്ട് എന്താ പറയുന്നേ, വിശാലമായ പന്തല് മാത്രമേ ഉള്ളൂ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറേ. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ചൂട് കാലമായതിനാൽ ആളുകൾക്ക് ഇടവിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഔചിത്യ ഭംഗിയുണ്ട്, പലതും ഞാൻ പറയാതെ ഒതുക്കുകയാണ്. എന്റെ ഔചിത്യബോധം കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോഴേ പുറകെ ഇരുന്ന വീണ ജോർജും മുഹമ്മദ് റിയാസും ഒക്കെ ഒന്ന് പരിങ്ങി, ദൈവമേ ഇറങ്ങി ഓടണോ വേണോ വേണ്ടേ, അവരുടെ ആ ഒരു മുഖഭാവം ഒക്കെ കാണുമ്പോൾ അറിയിച്ച വന്നു പെട്ടും പോയല്ലോ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇത് വേറൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് ജനങ്ങൾ ഞങ്ങളോടൊപ്പം, അങ്ങനെയല്ല വേണ്ടത്. അവിടെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ആ ഒരു നേതാവിന് തെറ്റുന്നത്. ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുകയല്ല വേണ്ടത്, നിങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുക. അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആദർശം, പ്രത്യയശാസ്ത്രം. ഇതുപോലെ ക്ഷുഭിതനായിട്ടുണ്ട് മുഖ്യമന്ത്രി പണ്ടും. എപ്പോഴേ CPMൻ്റെ കേരള സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ VS അച്യുതാനന്ദൻ ഉണ്ടെന്ന്. ആ VS അച്യുതാനന്ദന് അനുകൂലമായിട്ട് ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു മഴ ചോർന്നൊലിക്കുന്ന ഒരു വൈകുന്നേരം, ഒരു സന്ധ്യയ്ക്കാണ് സമ്മേളനം നടക്കുന്നത്. VSനെതിരായിട്ട് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഇദ്ദേഹം ക്ഷുഭിതനായി. പറഞ്ഞത് അത് നിങ്ങൾ കള്ളും കുടിച്ചുകൊണ്ടാണോ പാർട്ടി സമ്മേളനത്തിന് വരുന്നത്? തലയിൽ മുണ്ടും ഇട്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, മഴ നനയാതിരിക്കാൻ. ഒരുമാതിരി തോന്നിയാസം കാണിക്കരുത്. നിങ്ങൾ കള്ളും കുടിച്ചുകൊണ്ടാണോ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്നത്? എന്താണിത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരമാണോ ഇത്? കാര്യം എന്താ? VSനെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ക്ഷുഭിതനാക്കിയത്. ഇവിടെയും അതുപോലെ തൻ്റെ ജനപിന്തുണ നഷ്ടപ്പെടുന്നു പോകുന്നു എന്നുള്ള ഒരു ആ തരത്തിലുള്ളൊരു മനോനിലയാണ് അദ്ദേഹത്തിന് ഇത്തരം വാക്കുകൾ പറയാനും ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മനോനില ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പഴയതുപോലല്ല നമ്മളിപ്പോൾ പിണറായി വിജയൻ്റെ ശരീരഭാഷ വായിച്ചെടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് പോവുക, ജനങ്ങൾ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമല്ലാതെ ജനങ്ങൾ തങ്ങളിലേക്ക് വരും എന്നുള്ളൊരു മറ്റൊരു വാർത്തയും കൂടെ എങ്ങനെ അറിയുന്നുണ്ട്. PK ദിവാകരൻ ജില്ലാ കമ്മിറ്റിയിൽ 2 മാസം മുമ്പ് അദ്ദേഹത്തിന് എടുത്തില്ല എന്നുള്ളൊരു ഇത് പ്രമാണിച്ചാണ് കൂടുതൽ ജനങ്ങൾ, അതായത് ഒരു വിഭാഗീയത ഇതിൽ ഉണ്ടായത് കൊണ്ടാണ് ജനങ്ങൾ ഈ ഒരു സമ്മേളനത്തിൽ വരാഞ്ഞത് എന്നുള്ളൊരു ഇതും കൂടെ കേൾക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു ഈ പ്രശ്നം. കുറ്റ്യാടിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തർക്കമുണ്ടായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കുറ്റ്യാടിയിൽ CPMൻ്റെ ഔദ്യോഗിക വിഭാഗം, അതായത് പിണറായി വിജയൻ വിഭാഗം നിയോഗിച്ച സ്ഥാനാർത്ഥിക്കെതിരെ പമ്പിച്ച പ്രകടനമോടെ നടന്നു. വെള്ളം കുടിപ്പിച്ചൊരു കാര്യമാണ് പാർട്ടിയെ, അതും വടകരയ്ക്കടുത്താണ്. അപ്പോൾ അത് തൊട്ടേ ഈ വിഭാഗീയത തുടങ്ങിയിരുന്നു. അന്നപ്പോൾ ഒരു പക്ഷേ അതിനെ അനുകൂലിച്ചിരുന്ന PK ദിവാകരനെ അതിന് പ്രതികാരമായിട്ട് ഈ പ്രാവശ്യം ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടില്ല. ആ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കാത്തതിൻ്റെ അമർഷം പാർട്ടി സഖാക്കളുണ്ട്. ജനങ്ങൾക്കിടയിൽ
ജനങ്ങൾ തങ്ങളിലേക്ക് വരുന്നത് നോക്കിയിരിക്കുന്നവരല്ല, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ വടകരയിലെ സഖാക്കൾ ഉണ്ടായി. അതിൻ്റെ ഒരു പ്രതിഷേധം അലയടിച്ചു അവിടെ. അതിൻ്റെ പ്രതിഫലനമാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പാർട്ടി എന്ന് പറയുന്ന താഴെ തലത്തിലാണ്, തൃണമൂല തലത്തിലാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞു, ആൾ വരാതിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ കോൺഗ്രസോട് കൂടി, സംസ്ഥാന സമ്മേളനത്തോടും തുടർന്ന് മധുരയിൽ നടന്ന കോൺഗ്രസോട് കൂടി അവർ വിചാരിച്ചിരിക്കുന്ന എല്ലാ വിഭാഗീയതകളും പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി വിചാരിക്കുന്ന എന്നെ കണ്ടുകൊണ്ടാണ് ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കുറേ ലോക്കൽ നേതാക്കന്മാർ, അല്ലെങ്കിൽ കുറേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കുറേ പാർട്ടിയെ സ്നേഹിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അവരെ കണ്ടുകൊണ്ടാണ് ഓരോ ജനങ്ങളും വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെ അവിടുത്തെ നേതാക്കളെ കണ്ടുകൊണ്ടാണ് ഈ CPM അല്ലെ LDFന് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ പിണറായി വിജയനെ പെട്ടെന്ന് കണ്ടുകൊണ്ടല്ല വോട്ട് ചെയ്യുന്നതെന്ന്. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു ബോധം വരുന്നില്ല. അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ തന്നെ കാരണം ഈ അടിസ്ഥാനം അല്ലെങ്കിൽ ഈ അടിത്തറയിലുള്ള കുറേ നല്ല നല്ല അംശങ്ങൾ, ഇപ്പോഴും പാർട്ടിയെ സ്നേഹിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ജനങ്ങളെ ആകർഷിക്കാൻ അവർക്ക് കഴിയുകയും അവർക്ക് വേണ്ടുന്ന ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ ഇന്ന് ഈ ഒരു സ്ഥാനത്തിരിക്കുന്നതെന്ന് പലപ്പോഴും മറന്നു പോകുന്നു അല്ലേ? തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പാർട്ടിയെ കെട്ടിപ്പടുത്തത് കൃഷ്ണപിള്ള, സഖാവ് കൃഷ്ണപിള്ള. അങ്ങനെ തന്നെയാണ് എത്രയോ സഖാക്കന്മാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സംഘടിപ്പിച്ചുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അവർ തങ്ങളിലേക്ക് വരണമെന്ന് പ്രതീക്ഷിക്കുന്നത് അമിതാധികാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതുപോലെ തന്നെ വ്യക്തിപൂജയുടെയും ഒരു പ്രതിഫലനമാണ്. കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിൽ ഒരിക്കലും പാടില്ലാത്ത ഒന്നാണോ ഈ വ്യക്തിപൂജ എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തിപൂജയാണ്. ആ വ്യക്തിപൂജ മൂലം എല്ലാവിധ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അത് പാർട്ടിയെ തകർക്കാനാണ് എന്നുള്ള ചില ക്യാപ്സ്യൂളുകൾ വരികയും അതിലൂടെ പാർട്ടി കൂടുതൽ കുഴപ്പത്തിലേക്കും ജനങ്ങളിൽ നിന്ന് അകലുന്നതിലേക്കും പോവുകയും ചെയ്യുന്ന കാഴ്ചയുടെ ഒരു ദൃഷ്ടാന്തം മാത്രമാണ് വടകര. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.